ഷെളിൻ, അല്ല നീ ഇതെങ്ങോട്ട് പോവാ? അത് പ്രീതയെ വിളിക്കാനാ. ഇപ്പൊ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതെന്താ? അത് ആക്ച്വലി ഏട്ടൻ നിന്നെ അന്വേഷിക്കാം. ഏട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് നിന്നെ കാണത്തോണ്ട്. എന്നെ ഇങ്ങോട്ട് വിട്ടത് നിന്നെ നോക്കാൻ വേണ്ടിയാ. വാ. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മയുടെ ഏട്ടൻ എന്തോ വഴക്കുണ്ടാക്കിയെന്ന്. നിന്നെ വിളിക്കുന്നുണ്ട്. വേഗം ചെല്ല്, വേഗം ചെല്ല്. എന്താ ഇങ്ങനെ നോക്കുന്ന? ചെല്ലങ്ങോട്ട്. ഞാനും ആഗ്രഹിച്ചിരുന്നു ഈ നിശ്ചയം നടക്കാൻ. കാരണം എന്റെ അമ്മ അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു. ഞാൻ ഒരിക്കലും അവരുടെ ഹൃദയം തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവര് വിചാരിച്ചിരിക്കുന്നത് മരുമകന്റെ രൂപത്തിലെ ദേവനാണ് വീട്ടിലേക്ക് വരുന്നതെന്നാ. അമ്മ വിചാരിച്ചിരിക്കുന്നത് മകൾ കല്യാണം കഴിഞ്ഞ് പോവാണ്. അതിന്റെ സന്തോഷത്തിലാണ് പാവം. പക്ഷെ ഞങ്ങൾക്ക് എത്ര വലിയ തെറ്റാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇനി എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. Everything is over, Prithvi. Everything is over. Oh my God! I'm sorry. I'm really sorry. അല്ല എന്താ? വളരെ നന്നായി കിരൺ, നീ ശരിയായ സമയത്താ വന്നത്. നീ പെട്ടെന്ന് ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വാ. നല്ല വേദനിക്കുന്നുണ്ട്. നോക്ക്, ഇവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. വളരെ വേദനിക്കുന്നുണ്ട് ഇവക്ക്. നല്ല വേദനിക്കുന്നുണ്ട് എനിക്ക്. പ്രീത, ഞാൻ അപ്പോഴേ നിങ്ങളോട് ഇതാണ് പറയാൻ വന്നത്. ഇവൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. അത് കാരണം നിങ്ങൾ എന്നോട് അത്രയ്ക്ക് അപ്സെറ്റ് ആയിരുന്നു. എത്ര നേരമായി കൈ മുറിഞ്ഞിട്ട്? ഐ തിങ്ക് ഇപ്പൊ വേദന കൂടിയിട്ടുണ്ടാവും. അതാ അവൾ ഉറക്കം കരുതുന്നത് അല്ലേ? നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ? മിസ് മാനസി എന്റെ പേര്. ഏയ് ഹലോ, നിനക്കറിയില്ലേ അവനെ? നീ എന്താ കളിക്കാണോ? നീ ഇവന്റെ എന്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഇവിടെ ഇരിക്കും പ്ലീസ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോയിട്ട് വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് പോ. പക്ഷെ പ്രീത, രക്തം വാർന്നു പോകുന്നുണ്ട്. എടി ഞാൻ പറയുന്ന എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് വാ. വേഗം പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ. Why don't you understand? We need first aid here. Go. പ്ലീസ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ്. എന്റെ കൈ എന്റെ കൈ റിയലി ശരിക്കും വേദനിക്കുന്നുണ്ട്. പ്രീത, എക്സാക്ട്ലി ഇങ്ങനെ ഞാൻ ഇവരുടെ മുഖത്തുനിന്ന് മുടി മാറ്റിയായിരുന്നു. നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലെ. എക്സാക്ട്ലി ഞാനും ഇതുപോലെ അവരെ കൈ പിടിച്ചിരുന്നത് നിങ്ങളിപ്പോ പിടിച്ചിരിക്കുന്ന പോലെ. അവളെ സമാധാനിപ്പിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. നത്തിങ് എൽസ്. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഞാനൊരു ആണായതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. എന്നെ തെറ്റായ കണ്ണുകളോടെ കണ്ടു. പ്രീത, എനിക്കിവിടെ അറിയുക പോലും ഇല്ല. ഞാൻ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു. അപ്പോഴാ കണ്ടത് ഈ പാവം വേദന കൊണ്ട് എന്നോട് ഹെൽപ്പ് ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. പക്ഷെ നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം പോലും തന്നില്ല. പകരം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയും ഒരുപാട് പറയുകയും ചെയ്തു. നിങ്ങൾ എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? എനിക്ക് പറയാനൊരു അവസരം കിട്ടിയത് ഈ പാവം വേദന കൊണ്ട് കരഞ്ഞപ്പോൾ. വേണ്ടി പോരുത് പ്രീത, ഇവൻ കള്ളം പറയാണ്. നീ ഇവരെ കൈയോടെ പിടിച്ചല്ലേ ഇപ്പോ? റൈറ്റ് കിരൺ, സ്റ്റോപ്പ് ഇറ്റ്. അതിനെ പറ്റി സംസാരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണ്ടത് ഇപ്പോ. എന്റെ പ്രീത, ഈ നടന്നൊക്കെ നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ? നോക്ക്, സമൂഹത്തെ പേടിച്ച് നീ കല്യാണം കഴിക്കാൻ പാടില്ല. മുടക്കി കല്യാണം. കിരൺ, ഞാൻ നിന്നോട് ഫസ്റ്റ് എയ്ഡ് ബോക്സാ ചോദിച്ചല്ല, നിന്റെ അഡ്വൈസ് അല്ല. പിന്നെ ഈ കാര്യം സമൂഹത്തിന്റേതല്ല, നിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ജസ്റ്റ് ഗോ ഗെറ്റ് ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്ലീസ്. നീ കാണുന്നില്ല രക്തം മാറുന്നോണ്ടിരിക്കുന്ന. യു ആർ വേസ്റ്റിംഗ് ദ ടൈം. പ്ലീസ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. യു വിൽ ബി ഫൈൻ. നോക്ക്, ഞാനൊരു ഡോക്ടറാണ്. യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. പേടിക്കണ്ട, ഇതിപ്പോ ശരിയാവും. നിങ്ങൾ എന്നോട് പറയാ എന്താ സംഭവിച്ചെന്ന്. പ്രീത, നീ റൂമിൽ വന്നപ്പോ എന്താ കണ്ടേ? നീ ആ ടോപ്പിക് ഒന്ന് വിട്ടേക്കിരൻ. അതുമല്ല, ഇത് എന്റെ പൃഥ്വിയുടെ ഇടയിലുള്ള കാര്യമാണ്. നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നീ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ കാണാൻ കേൾക്കുകയും ചെയ്തു. പൃഥ്വി എനിക്ക് മനസ്സിലാക്കി തന്നു ശരിക്കും എന്താ സംഭവിച്ചതെന്ന്. ഇനി ഈ കാര്യം മറന്നേക്ക്. നീ മനസ്സിലായോ? പക്ഷെ പ്രീത, നീ മതിയാക്കി കിരൺ. സ്റ്റോപ്പ് ഇറ്റ്. ഒന്ന് നിർത്ത. നീ എന്റെ പൊന്നു കിരണ, നീ ഇത് എന്തായി ചെയ്യുന്നേ? പ്ലീസ് ഡോണ്ട് ഡു ദിസ്. പേഷ്യന്റിനെ ഡോക്ടറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പ്രീത, നിങ്ങൾ തീരെ ടെൻഷൻ ആവണ്ട. ഞാൻ കിരണിനെ പുറത്തേക്ക് കൊണ്ടുപോവാം. പുറത്തേക്ക് പോകുമ്പോ ഇവന്റെ മൂഡ് ശരിയാവും. യു ഡു വൺ തിങ്. യു കം വിത്ത് മീ. വരൂ. വാന്നേ. പേഷ്യന്റ് ഡോക്ടറെ ശല്യം ചെയ്ത വാ. കിരണെ, പേഷ്യന്റിനെ ഡോക്ടറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നീ എന്റെ കൂടെ വാ. കൈ എടുക്കണം. ഇനി നീ എന്റെ പുറത്ത് കൈ വെച്ചാ നിന്റെ ആ കൈ ഞാൻ വെട്ടിയെടുക്കും. മനസ്സിലായോ? ഓ മൈ ഗോഡ്, ഞാൻ പേടിച്ചു പോയി. അയ്യോ, ഇങ്ങനെയൊന്നും പറഞ്ഞില്ലേ, ഞാനങ്ങ് പേടിച്ചു പോവും. പിന്നെ എനിക്ക് നന്നായിട്ടറിയാം
നീ അവിടെ ആ ഗസ്റ്റ് റൂമിൽ എനിക്ക് നന്നായിട്ട് അറിയാവടാ നീ ആ ഗസ്റ്റ് റൂമിൽ എന്താ ചെയ്തോണ്ടിരുന്നേന്ന്. നിനക്കൊരു അഡ്വൈസ് ഉണ്ട്. കേട്ട് മനസ്സിലാക്കി സമ്മതിച്ചാൽ നിനക്ക് നല്ലത്. എന്റെ കാര്യങ്ങൾ നോക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല, മനസ്സിലായോ? എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. നീ അത് നോക്കേണ്ട എനിക്ക് കാര്യമുണ്ട് പൊന്നു മോനെ. കാരണം ഇതെന്റെ സുഹൃത്തിന്റെ ലൈഫിന്റെ കാര്യമോ, മനസ്സിലായോ? നീ നിന്റെ സുഹൃത്താണെന്ന് പറയുന്ന ആ പെണ്ണ് നാളെ എന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ്. പിന്നെ നീ ജസ്റ്റ് എ ഔട്ട്സൈഡർ, മനസ്സിലായോ? അതുകൊണ്ട് നീ എന്റെയും പ്രീതയുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ഒരവകാശവും ഇല്ല. ഇനി നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ തല വെറുതെ ഇരിക്കില്ല, മനസ്സിലാക്കി വെച്ചോ. നീ അറിയാം, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്റെ എൻഗേജ്മെന്റ് പ്രീതയുമായി നടക്കാൻ. അതുകൊണ്ട് നീ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നിനക്ക് ചലഞ്ച് വരെ തന്നു. പക്ഷെ ഇനി ഫ്രസ്ട്രേറ്റഡ് ആണ് നീ. കാരണം നിന്റെ ഒരു പ്ലാനും നടക്കുന്നില്ല, അല്ലേ? അതുകൊണ്ടാ പറയുന്നത് യൂട്ടേൺ എടുത്ത് വണ്ടി വിട്ടോ. കാരണം പൃഥ്വി എന്ന ഞാൻ ആരെയും ജയിക്കാൻ അനുവദിക്കില്ല. നീ മറന്നു തോന്നുന്നു അല്ലേ? നീ ആരോടെ സംസാരിക്കുന്നേതാ? ദി കിരൺ നമ്പ്യാരോട്. പിന്നെ ചെറുപ്പം മുതൽക്ക് എനിക്കുണ്ടല്ലോ ജയിച്ചിട്ടാ ശീലം. ഇവിടെ എന്റെ സുഹൃത്തിന്റെ ജീവിത പ്രശ്നം ആയതുകൊണ്ട് ഈ ഭൂമിയെ പോലെ ഞാൻ ഉറപ്പായിട്ടും ആകാശമൊക്കെ മാറ്റും, മനസ്സിലായോടാ? ഒരു വൃത്തികെട്ടവൻ കാരണം എന്റെ സുഹൃത്തിന്റെ ജീവിതം ഇല്ലാതാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ നീ ഒന്ന് മറന്നാൻ തോന്നുന്നു. നീ ആരോടാ സംസാരിക്കുന്നതെന്ന്? പൃഥ്വി മേനോനോട്. നിന്റെ തെറ്റ് എനിക്ക് ശരിയാണ്, എന്റെ ശരി ആരെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. You get that? പക്ഷെ അവിടെ തെറ്റായിട്ട് ഒന്നും നടന്നേയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മാനസികയുടെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന്. ഓ മൈ ഗോഡ്, ഇനി എന്ത് ചെയ്യും? അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ? നീ അറിഞ്ഞാൽ എന്താ? എനിക്കറിയാം നിനക്കറിയാന്ന്. അതിനെന്താ? അയ്യോ, നീ ഒരാണല്ലേ, നിനക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എന്ത്? ഒരു ബന്ധം വിവാഹത്തിൻ്റെത്, ഒരു ബന്ധം ഇങ്ങനെയുള്ളത്. ഇൻഫാക്ട് വീടിന് പുറത്തും ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇനി നീ ഒരു കാര്യം പറ. ഒരു പെണ്ണ് നിന്റെ മുന്നിൽ വന്ന് നിന്റെ ചാടിക്കറിയും കെട്ടിപ്പിടിച്ചാൽ ആരാ വേണ്ടെന്ന് പറയാ? പിന്നെ ഒരു കാര്യം അറിയോ, ആ പ്രീത എന്തെല്ലാം കണ്ടോ അതെല്ലാം ശരിയാണ്. പക്ഷെ അവൾ കണ്ട കാര്യങ്ങളെല്ലാം അവൾ ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് എനിക്ക് പ്രോബ്ലം ആവില്ലേ? പിന്നെ പ്രീത എന്റെ കൂടെയുള്ള എൻഗേജ്മെന്റ് മുടക്കും, എല്ലാം പണ്ടാരോ മുടക്കും. അതിലും വലുതായി നീ ആ വാദത്തിൽ ജയിക്കില്ലേ? ചലഞ്ചർ ജയിക്കില്ലേ? നിനക്കറിയോ ഞാൻ എന്താ ചെയ്തതെന്ന്? ടോപ്പ് സീക്രട്ട് ആണ്. ആ മാനസില്ലേ, ഞാനാണ് അവളുടെ കൈമുറിച്ചത്. പാവ എനിക്ക് വേണ്ടി എത്ര രക്തം കളഞ്ഞു എന്നറിയോ? പക്ഷെ ഒന്ന് നീ കേട്ടോ, ഐ ആം ദ ബെസ്റ്റ്. റാസ്കൽ, നീ അവളുടെ കൈ മുറിച്ചു അല്ലേ? പ്രീത നീ നന്നായി വന്നത്. ഇത് നോക്ക്, ഇവൻ എന്തായി പറയുന്നെന്ന്. എന്നിൽ കുറ്റം ആരോപിക്കുന്നു. ഇവൻ പറയുന്നത് ഞാൻ ഈ പെണ്ണിന്റെ കൈ മുറിച്ചെന്ന്. ഞാൻ ഐ എം സോറി പൃഥ്വി. ഞാനൊന്നും ആലോചിക്കാതെ ഇങ്ങനെ നിങ്ങളെ ഒരുപാട് പറഞ്ഞു. ഐ എം റിയലി സോറി. പ്രീത, നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ഐ മീൻ, നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന്. ഇവൻ തെറ്റാണ്. കിരൺ, നീ ശരിക്കും എന്റെ സുഹൃത്താണെങ്കിൽ സോ പ്ലീസ് ഇനി ഒന്നും തന്നെ പറയരുത്. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യം. പക്ഷെ ഇവൻ ഐ എം റിയലി സോറി. ഞാൻ നിങ്ങളെ പറഞ്ഞതിനെല്ലാം തന്നെ ഒരുപാട് കുറ്റബോധമുണ്ട് എനിക്ക്. ഞാൻ എന്തൊക്കെയാ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഇറ്റ്സ് ഓക്കെ പ്രീത, ഇറ്റ്സ് റിയലി ഓക്കെ. ഇൻഫാക്ട് ഇന്ന് നീ എന്റെ അഭിമാനം ഉയർത്തുകയാണ് ചെയ്തത്. എന്താ? ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് കുറച്ചു ദിവസം മുമ്പ് ഞാനും നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ ഇവൻ കാരണം. പക്ഷെ സത്യത്തിൽ നിങ്ങളുടെ ഇവന്റെ ഇടയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ എന്നെ വേറൊരു പെണ്ണിന്റെ കൂടെ കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു. സംഭവിക്കും, ഇങ്ങനെയല്ല എല്ലാവർക്കും സംഭവിക്കും. ചില അലവലാദികൾ ജീവിതത്തിന്റെ ഇടയിൽ ഇടം കോലിടാൻ ശ്രമിച്ചാൽ
ആ ബന്ധം എത്ര പവിത്രമോ എത്ര നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, സംഭവിക്കാം. എനിവേസ്, കഴിഞ്ഞത് കഴിഞ്ഞു. എവറിത്തിങ് ഇസ് ഫൈൻ നൗ, റൈറ്റ്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഞാൻ നിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പാർട്ടിയുടെ അവസാനത്തെ അടിപൊളി ഡാൻസ്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. നമ്മുടെ നിശ്ചയത്തിന് മുൻപ്. താങ്ക് യു. കം. ഇരുളുന്നു സന്ധ്യാംബരം, തെളിയുന്നു താരാഗണം, വ്യാമോഹ കനലിൻ പൂവുകൾ. പൃഥ്വി എന്തിനാ പ്രീതയുടെ കൈ പിടിച്ചിരിക്കുന്നേ? കുറച്ചധികം സ്നേഹം കാണിക്കുന്നുണ്ടെന്ന്. സമീർ നിന്റെ പ്ലേലിസ്റ്റിലെ ഏറ്റവും റൊമാൻറ്റിക് സോങ് ഏതാണോ അത് പ്ലേ ചെയ്യും. ആഫ്റ്റർ ഓൾ, ഞാൻ എന്റെ പ്രീതിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. ഇവളുടെ ഫിയാൻസിയെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഇതാ കുറച്ചുകൂടി. ആ കുടിക്ക്. ഇത് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാ, നിനക്കറിയോ, ഞാനാണെങ്കിൽ അടുക്കളയെ കയറിയിട്ട് വർഷങ്ങളായി. ഞാൻ അങ്ങോട്ട് പോവാറേ ഇല്ല. ഒന്നുകിൽ നീ ഉണ്ടാക്കും, അല്ലെങ്കിൽ സരള. ഇന്നാണെങ്കിൽ സരളയും വീട്ടിലില്ല, കുട്ടികളും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ? ഈ സൂപ്പിലിടാൻ വേണ്ടി ഉള്ളി മുറിക്കാൻ എടുത്തതായിരുന്നു. ഉള്ളിക്ക് പകരം ഞാൻ മുറിച്ചത് എന്റെ കൈയാണ്. കണ്ടോ, നല്ല വേദന. വായ തുറക്ക്. എനിക്ക് നിന്നോട് ഉള്ള കാര്യം അങ്ങ് പറയാലോ. നീ ഒന്ന് വേഗം സുഖമായി വാ. ഈ അടുക്കളയിലെ ജോലി ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും തന്നെ ശരിയാവില്ല. എന്തു പറയാനാ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുക, നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാനേ പാടില്ലെന്ന്. വീട്ടിൽ തന്നെ വിശ്രമിക്കണം. ഇന്ന് വൈകിട്ട് പ്രീതയുടെയും പൃഥ്വിയുടെയും നിശ്ചയാണ്. ഞങ്ങൾ എല്ലാരും ഇന്ന് അവിടെ ആയിരിക്കും. നീയാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ. നിനക്കും കൂടി അങ്ങോട്ട് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ നിശ്ചയത്തിന് പങ്കെടുക്കാനും പ്രീതയ്ക്കും പൃഥ്വിക്കും ആശീർവാദം കൊടുക്കുവാനും കഴിയുമായിരുന്നു. ഒരുപക്ഷെ
നീ ഈ അവസ്ഥയിലല്ലായിരുന്നു എങ്കിൽ എന്തു പറ്റി ജാനകി? നീ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശരി പറയൂ ജാനകി, എന്താ പറയ്, എന്താ പറയാനുള്ളത്? ഇനി നിന്നെ ഈ അവസ്ഥയിലാക്കിയ ആളെ പറ്റിയാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? എന്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്യാ? എങ്ങനെ ഇവൾ പറയ? ജാനകി, നിനക്ക് ഓർമ്മയുണ്ടോ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നെ ABCD എഴുതാൻ പഠിപ്പിച്ചത്? ഓർമ്മയില്ലേ? മതി, ആ ABCD നമുക്കിന്ന് ഉപകാരപ്പെടും. ആ താങ്ക്സ്. പൃഥ്വി, താങ്ക് യു വെരി മച്ച്. അത് ഞാനിന്ന് നിങ്ങളോട് ഒരുപാട് മോശമായി സംസാരിച്ചു. പക്ഷെ നിങ്ങള് വളരെ മെച്യൂരിറ്റിയോട് കൂടി തന്നെ മനസ്സിലാക്കി എല്ലാ സിറ്റുവേഷനും കൈകാര്യം ചെയ്തു. നോ റിയലി. അന്ന് നിങ്ങള് എന്നെ കിരണുമായി സംശയിച്ചപ്പോ കിരൺ അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഞാൻ നിങ്ങളെ ഇന്ന് സംശയിച്ചപ്പോ നിങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. ഇതെനിക്ക് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പ്രീത, ഇറ്റ്സ് എ തിങ് ഓഫ് പാസ്റ്റ്. ഇപ്പോ അതും ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? കഴിഞ്ഞത് കഴിഞ്ഞു. ഐ ഡിഡ് ഓവർ റിയാക്റ്റഡ്. ഞാൻ ഒരുപാട് ഓവർ റിയാക്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ വീണ്ടും എന്റെ സിറ്റുവേഷനെയും ചിന്തയും മനസ്സിലാക്കി. എന്നിട്ട് മിണ്ടാതെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു നിന്നു. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നിങ്ങൾ ഒന്നും തന്നെ തിരിച്ചു പറഞ്ഞില്ല. നിങ്ങൾ വളരെ പക്വതയുള്ള വ്യക്തിയാണ്. പിക്നിക്കിന്റെ ഇൻസിഡന്റിന് ശേഷം നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതി അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ഞാൻ ഒരുപാട് പ്രൗഡ് ഫീലും ചെയ്യും. നിങ്ങളെ അമ്മ അനുഗ്രഹിക്കും. പക്ഷെ എന്നെ ഒരുപാട് വഴക്ക് പറയും.